found me alone. I'm coming up. We'll have a ball. I'm sweet like a buttercup. You're ടൈം മീഡിയയിലേക്ക് സ്വാഗതം. ADGP അജിത് കുമാർ. അപ്പോൾ അജിത് കുമാറിനെ കുറിച്ച് ഒരുപാട് കുറ്റങ്ങൾ ഇപ്പോൾ നിയമപരമായി തന്നെ നമ്മളെ സ്പെഷ്യൽ ക്രൈം ബ്രാഞ്ച് അന്വേഷണത്തിൽ ഒരുപാട് കാര്യങ്ങളാണ്, ദുരിതങ്ങളാണ് നമ്മളെ രാജ്യത്ത് ഇപ്പം തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ADGP ചെയ്ത ഒരുപാട് അഴുക്കയായ പ്രവർത്തനങ്ങൾ അത് ജനങ്ങൾ ഒന്നൊന്നായി അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്വപ്ന സുരേഷ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ DGP ആണ് നമുക്ക് സ്വർണ്ണ കള്ളക്കടത്തിന് വേണ്ടി അങ്ങോട്ട് ഇങ്ങോട്ട് ഇന്ന വഴി കൂടെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് കള്ളക്കടത്തിന് വേണ്ടി സഹായിച്ചിരുന്ന മൊത്തവും ഇവനായിരുന്നെന്നാണ് ഇപ്പം അറിയുന്നത്. അതുപോലെ ഇവൻ 2-3 BJPയുടെ ഉന്നത നേതാക്കന്മാരെ കണ്ട് ചർച്ചകൾ നടത്തിയിരുന്നു എന്നുമാണ് അറിയാൻ കഴിയുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ തൃശ്ശൂർ പൂരവും ഒരു അക്രമത്തിൽ കൂടി തന്നെ BJPക്ക് ഭരണം തിരിച്ചു പിടിക്കുവാനും എന്തായിരുന്നാലും ഭയങ്കരമായ ഗുണ്ട രീതികൾ തന്നെയാണ് അവന്മാർ നടത്തുന്നത്. അവന്മാർ ഭയങ്കരമായ ഗുണ്ട ഗാങ് തന്നെയുണ്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അങ്ങനെ DGPയുടെ പ്രവർത്തനം അവിടെയും ഉണ്ടായിരുന്നു എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് മൊത്തത്തോടെ അടിമുടി ദുരിതകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്നിട്ട് നമുക്കറിയാൻ വയ്യാത്ത, നമ്മളിപ്പം ഒരു സ്വതന്ത്രനാണ്. പിണറായി വിജയൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് നമുക്ക് ചോദിക്കാനുള്ള ഒരൊറ്റ കാര്യമാണ്. കാരണം ഇത്രയും ഈ കേരള സർക്കാരിനെ മറിച്ചിടുവാൻ വേണ്ടിയും കേരള സർക്കാർ വെച്ചിരിക്കുന്ന ഒരു DGP തന്നെ, അതും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ RSSകാരുമായി ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അതിലെന്താണ് നമുക്ക് നിങ്ങൾ തരുന്ന പാഠം? ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മളൊരു സ്വതന്ത്രമായി നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. നമുക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത്രയൊക്കെ തെറ്റുകൾ കണ്ടെത്തിയിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവനെ വീണ്ടും സംരക്ഷിച്ച് അവിടെ തന്നെ നിർത്തിയിരിക്കുന്നത്? ഇവനെ മാത്രമല്ല, പീഡന കേസ് എന്ന ആ സ്ത്രീയൊന്നും വെറുതെ ഒന്നും പറയത്തൊന്നുമില്ല. അതൊക്കെ തെളിവാണ്. തെളിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. കാരണം അൻവറിനെ നേരത്തെ DGPക്കും അതുപോലെ പലർക്കും പരാതി കൊടുത്തപ്പോൾ അവരെല്ലാം ഉപദ്രവിക്കുകയാണ് ചെയ്തിരുന്നതാണെന്ന് പറയുന്നത്. അവസാനം അൻവർ വായിയോട് പറഞ്ഞാണ് ഇതിനൊരു സമാധാനം, ഇതിന്റെ രഹസ്യാന്വേഷണം അൻവർ വായി നടത്തുകയും അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. ഇതിന്റെ എല്ലാം തുടക്കം ഒരു സ്ഥലത്ത് നിന്നാണ്. അത് അവനെ ലാസ്റ്റ് പൂട്ടുക തന്നെ ചെയ്യും. അത് യൂട്യൂബ് ചാനൽ ചെയ്യുന്ന ഒരു മറുനാടൻ മലയാളി സാജൻ സക്കറിയ ഉണ്ടല്ലോ, അതിൽ നിന്നാണ് തുടക്കം. കാരണം ഇവനെ സംരക്ഷിക്കാൻ ഇവര് നടത്തിയ ഒരു ഗുണ്ടാ നീക്കങ്ങളും ഇവനെ നേരത്തെ അറസ്റ്റ് ചെയ്യാതെ ഒളിപ്പിച്ച് വെച്ചിരുന്നതിന്റെ രഹസ്യങ്ങളും ഇതെല്ലാം നമ്മളെ PV അംബർ ഇതെല്ലാം ഇത് കണ്ടുപിടിക്കപ്പെട്ടു. കാരണം ഇതെന്തുകൊണ്ടാണ് ഇവനെ അറസ്റ്റ് ചെയ്യാത്തതിന്റെ കാര്യം, ഇവനെ നിരപരാധിയാക്കുന്നതിന്റെ കാര്യം, ഇവനെ എന്തുകൊണ്ട് ഗവൺമെന്റ് സംരക്ഷിക്കുന്നു, ഇവൻ ഇത്ര വർഗീയത തുപ്പിയിട്ടും ഇത്രയെല്ലാം വർഗീയത പറഞ്ഞിട്ടും അവർക്കൊന്നും ഇവനെ തട്ടിലേക്ക് ഏറ്റുന്നതല്ലാതെ ഇവന്റെ ഇവനൊന്നും ഒരു പ്രവർത്തനവുമില്ല. അതേസമയം ഏതെങ്കിലും ഒരു ന്യൂനപക്ഷക്കാരനാണ് എന്തെങ്കിലും ഒരു വർഗീയത പറഞ്ഞാലോ അവൻ പിന്നെ ജയിലിന് പുറം പിന്നെ കാണത്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ നമുക്കറിയാനുള്ള കാര്യം, ഈ പീഡന ബഹുമാന പേരിൽ വന്നിരിക്കുന്ന കൊള്ളസംഘം സ്വർണ്ണങ്ങൾ കടത്തുകയും പിന്നെ കടത്തിക്കൊണ്ടുവരുന്നവരെ അവിടെ നിന്നും കസ്റ്റംസ് പിടിക്കാതെ വെളിയിൽ വെച്ച് പിടിക്കുകയും യുവമാര് പങ്കിട്ടെടുക്കുകയും പിന്നെ അതുപോലെ യുവമാര് ബലാസംഘങ്ങൾ, പിന്നെ കൊലപാതകങ്ങൾ, ആക്സിഡന്റ് കൊലപാതകങ്ങളെല്ലാം യുവമാര തലയിൽ നിന്നും വന്നതാണ്, യുവമാര് ചെയ്തതാണെന്ന് ഇനിയിപ്പോ ഓരോന്നോരോ തെളിയും. അത് ഇത് അട്ടിമറിക്കാത്ത കൂടിയ അവരെ അന്വേഷണമാണെങ്കിൽ തീർച്ചയായും ഇതിന്റെ കണ്ണികളും ഈ ദുഷ്ടന്മാർക്കുള്ള എല്ലാ ചെതികളും നമ്മുടെ സൃഷ്ടാവ് ഇത് വെളിച്ചത്ത് കൊണ്ടുതന്നെ വരും. ഇത് നാളെയും യുവമാർക്ക് കടുത്തതായ ശിക്ഷ
ഈ നാട്ടിലുള്ളവർ വാങ്ങിച്ചു കൊടുക്കണം. ഈ നിയമപാലകന്മാർ ഇവർക്ക് കൊടുക്കണം. എങ്കിൽ ഇനി വരുന്നവന്മാരെങ്കിലും നല്ലതുപോലെ ഒരു ഭരണം നല്ല രീതിയിൽ അവർ പ്രവർത്തിക്കുള്ള. യവന്മാർക്കുള്ള ഈ വധശിക്ഷ കണ്ട് ഇനി ഭരിക്കാൻ വരുന്നവൻ ഇത് കണ്ട് അവനും പഠിക്കണം. ഇങ്ങനെയൊക്കെയുള്ള ദുഷ്ടന്മാരെ ഒരു കാരണവശാലും അവനെയൊന്നും ഈ അധികാരത്തിൽ വെച്ചിരിക്കാൻ പാടില്ല. ഒരു നിമിഷത്തിന് മുമ്പേ ഇവരെയൊക്കെ വെളിയിൽ വിടുകയും ഇവനെയൊക്കെ അറസ്റ്റ് ചെയ്യുകയും ഇവനെയൊക്കെ ഇവനൊക്കെ ഈ നരാധിപന്മാരെ വധിക്കുകയും ചെയ്യുക, തൂക്കിക്കൊല്ലുക ഉത്തരവ് കൊടുക്കണം. എങ്കിൽ മാത്രമേ അറിയുള്ളൂ. ഇതൊക്കെ കാരണം യൗമാരൊക്കെ ചെയ്യാൻ പോയിരുന്ന ചതികൾ മണത്ത് തന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യം. കാരണം ഇവിടെ ഈ സാഹോദര്യ സ്നേഹത്തോടു കൂടി നടക്കുന്ന സുന്ദരമായ ഈ കേരളത്തെ കാരണം നമുക്ക് ഒരാളും മറ്റൊരാൾ 2-3 പേര് കൂടിക്കഴിഞ്ഞാൽ അത് ഹിന്ദു മുസ്ലിംമാരും മറ്റുള്ള മതസ്ഥരും എല്ലാം കൂടെ ഒക്കെ കൂടിച്ചേർന്ന് ആണ് നമ്മൾ ഇടവഴുകിയാണ് ജീവിച്ചുള്ളത്. ആ സമൂഹത്തെ യൗമാര് പിച്ചി ചീന്തുവാനും അതിൽ നിന്ന് ഈ ദുഷ്ട സലാത്തുകള് കലാപങ്ങൾ ഉണ്ടാക്കി ഓരോരുത്തർ ഇല്ലായ്മ ചെയ്യുവാനും അങ്ങനെ യൗമാർക്ക് അധികാരങ്ങൾ പങ്കിട്ട് അതിനെ മണ്ടയിലിരുന്ന് സുഖിക്കുവാനും ഈ നായ്ക്കൽ കിടന്ന് പെടുന്ന പാടുകള് ഓരോ മനുഷ്യൻ നിരപരാധികളെ കൊത്തിയും കുന്നും അതുപോലെ നിരപരാധികളായ മനുഷ്യരെ എല്ലാം ജയിലിന് ഉള്ളിറകളിൽ അടയ്ക്കപ്പെട്ടും യൗമാരി കാണിക്കുന്ന ഈ വൃത്തികേടിന് ഒരു അറുതി വരുത്തുക. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, നിങ്ങൾ സത്യസന്ധനായ മനുഷ്യനാണോ? എങ്കിൽ പറയൂ, നിങ്ങൾ എന്തിനവരെ സംരക്ഷിക്കുന്നു? അത് ജനങ്ങളായ നമുക്കത് അറിയണം. നിങ്ങൾ എന്തിനാണ് അവരെ സംരക്ഷിക്കുന്നത്? ഇവനൊക്കെ ഒരു നിമിഷത്തിന് മുമ്പേ പറഞ്ഞു വിടണം. എങ്കിലേ നമുക്കത് ഇനിയുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയാൻ കഴിയുകയുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിൽ ടൈം മീഡിയ. We'll have a ball. I'm sweet like a buttercup. You're